our fourth portion, water. We are going to study about water. Water is found in oceans, rivers and lakes. Even our body contains water. We need water to drink, bath, wash clothes, cook food and for many other activities. Water, വെള്ളം അല്ലേ? അതിനു മുമ്പ് ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്, അത് നോക്കുക. About 3/4 of the earth's surface is covered with water. നമ്മുടെ ഭൂമിയുടെ 3/4 എന്താണ്? വെള്ളമാണ് എന്നാണ് പറയുന്നത്. 4 പാർട്ടായിട്ട് നമ്മുടെ എർത്തിനെ ഡിവൈഡ് ചെയ്താൽ അതിൽ 3 എന്താണ്? വെള്ളം ആണ്. സോ about 3/4 of the earth's surface is covered with water. അത്രയും വെള്ളം എവിടെയുണ്ട്? നമ്മുടെ എർത്തിലുണ്ട് എന്നാണ് പറയുന്നത്. Water is found in oceans, rivers and lakes. സമുദ്രങ്ങളിലും എന്താണ്? പുഴയിലും തടാകങ്ങളിലും ഒക്കെ ഉള്ളത് എന്താണ്? വെള്ളമാണ് അല്ലേ? വെള്ളം എല്ലായിടത്തും ഉണ്ട്. Even our body contains water. എന്താണ്? നമ്മുടെ ശരീരത്തിൽ പോലും എന്തുണ്ട്? വെള്ളമുണ്ട് അല്ലേ? നമ്മുടെ ബോഡിയിൽ വാട്ടർ ഉണ്ട് അല്ലേ? സോ then we need water to drink. നമുക്ക് വെള്ളം ആവശ്യമാണ്. എന്തിനൊക്കെയാണ്? To drink, bath, wash clothes, cook food for many other activities. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം? വെള്ളം വേണം അല്ലേ? ഫൗണ്ട് ഇൻ വെള്ളം ഉണ്ടാവുക, ഫൗണ്ട് ഇൻ ഓഷ്യൻസ്, റിവേഴ്സ്, സമുദ്രങ്ങളിലും നദികളിലും തടാകങ്ങളിലും ഒക്കെ ഉള്ളത് വെള്ളമാണ്. ദെൻ ഈവൻ അവർ ബോഡി എന്ന് കൂടുതൽ ഒന്നും പറയണ്ട, നമ്മുടെ ശരീരത്തിൽ പോലും എന്തുണ്ട്? വാട്ടർ ഉണ്ട്. സോ വി നീഡ് വാട്ടർ ടു ഡ്രിങ്ക്. നമുക്ക് വെള്ളം ആവശ്യമാണ് കുളിക്കാനും അല്ലേ? കുളിക്കുന്നവർക്ക് അല്ലേ? കുളിക്കാത്തവർക്ക് എന്താണ്? കുളിക്കേണ്ട വെള്ളം ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം? നമുക്ക് വെള്ളം വേണം. സോ കുടിക്കാനും നനക്കാനും ഒക്കെ അല്ലേ? തുണികൾ കഴുകാനും എന്താണ്? ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. സോ forms of water. We are going to study about different forms of water. വെള്ളത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസ്. വാട്ടർ എക്സിസ്റ്റ് ഇൻ 3 forms. വാട്ടർ എപ്പോഴും 3 അവസ്ഥകളിലായിരിക്കും ഉണ്ടാവുക അല്ലെ? 3 അവസ്ഥകളിലാണ് എപ്പോഴും വെള്ളം നിലനിൽക്കാറ്. ഏതൊക്കെയാണ് ആ വെള്ളത്തിന്റെ 3 അവസ്ഥകൾ എന്നാണ് ചോദിക്കുന്നത്. വെള്ളം എപ്പോഴും 3 കാര്യങ്ങളായിട്ടാണ് ഉണ്ടാവുക. ഏതൊക്കെ ഫോമിലാണ് നിങ്ങൾ വെള്ളം കണ്ടിട്ടുള്ളത്? 3 forms of water. ഐസ് അല്ലേ? ഐസ്, വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ. വെള്ളം അത് ഒന്നാമതായിട്ട് വെള്ളം എന്നുള്ള അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. വെള്ളം, ദിസ് വാട്ടർ ആൻഡ് ദെൻ ഐസ്. ഐസായിട്ട്, ഐസ് ആകുന്നത് എന്താണ്? വാട്ടർ ആണ് അല്ലേ? ഐസ് ആയിട്ട് വെള്ളം ഉണ്ടാകും. ദെൻ വാട്ടർ വേപ്പർ. വാട്ട് ഈസ് വാട്ടർ വേപ്പർ? വാട്ടർ വേപ്പർ നീരാവി. കേട്ടിട്ടുണ്ടോ? വെള്ളം ഈ 3 ഫോംസിലാണ് ഉണ്ടാവുക. ഒന്ന് വെള്ളം എന്നുള്ള ഫോമിൽ ഉണ്ടാവും. സെക്കൻഡ് എന്താണ്? ഐസ്, ഐസിന്റെ രൂപത്തിലേക്ക് കൺവേർട്ടഡ് ആകും. ദെൻ വാട്ടർ വേപ്പർ, അത് നീരാവിയായിട്ട് മാറും. ഇങ്ങനെയുള്ള 3 ഫോംസിലാണ് എന്തുണ്ടാവുക? വെള്ളം ഉണ്ടാവുക. സോ വാട്ടർ ലൈക്ക് അതർ ലിക്വിഡ്സ് ഹാസ് നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ. മറ്റെല്ലാ ലിക്വിഡിനെ പോലെയും മറ്റെല്ലാ ദ്രാവകങ്ങളെ പോലെയും എന്താണ്? വെള്ളത്തിനും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല അല്ലേ? വെള്ളത്തിന് ഒരു ഷേപ്പ് ഉണ്ടോ? എന്താണ് വെള്ളത്തിന്റെ ഷേപ്പ്? അറിയാമോ? എന്താണ് വെള്ളത്തിന് ഒരു ഷേപ്പ്? നിങ്ങൾക്കൊരു ഷേപ്പ് ഉണ്ട് അല്ലേ? നമ്മുടെ എല്ലാ വസ്തുക്കൾക്കും ഷേപ്പ് ഉണ്ട്. ദെൻ വെള്ളത്തിന്റെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. ഏത് പാത്രത്തിലാണോ നമ്മൾ വെള്ളം സൂക്ഷിക്കുന്നത് ആ പാത്രത്തിനനുസരിച്ചാണ് വെള്ളത്തിന്റെ ഷേപ്പ് അല്ലേ? നമ്മളൊരു ഇങ്ങനെയുള്ള ഒരു ബൗളിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളം എന്താണ്? ആ ബൗളിന്റെ ഷേപ്പിൽ ഉണ്ടാവും. ദെൻ നീളമുള്ള ഒരു ബോട്ടിലിൽ എടുക്കുകയാണെങ്കിൽ വെള്ളത്തിന് ആ ബോട്ടിലിന്റെ ഷേപ്പ് ആയിരിക്കും അല്ലേ? അങ്ങനെ ഏത് പാത്രത്തിലാണോ വെള്ളം എടുക്കുന്നത്, ചെറിയ പാത്രത്തിലാണെങ്കിൽ വെള്ളത്തിനൊരു ചെറിയ ആ ഷേപ്പ് ഉണ്ടാകും. ദെൻ ഇത്തിരി കൂടി ബിഗ്ഗർ ആയിട്ടുള്ള പാത്രമാണെങ്കിൽ അതിലെന്താണ്? ഷേപ്പിന് ചേഞ്ച് ഉണ്ടാകും. ദെൻ നമ്മൾ അത് എടുക്കുന്ന പാത്രത്തിന്റെ ചേഞ്ച്, പാത്രത്തിന്റെ ഫോം പോലെ ആയിരിക്കും വെള്ളത്തിനും ചേഞ്ച് ഉണ്ടാവുക അല്ലേ ഗൈസ്? എന്താണ്? എവിടെയാണ്? അപ്പോ ദെൻ ഫോർ എക്സാമ്പിൾ, വാട്ടർ ഇൻ എ ഗ്ലാസ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ ഗ്ലാസ്. വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുകയാണെങ്കിൽ എന്താണ്? ആ ഗ്ലാസിന്റെ ഷേപ്പ് ആയിരിക്കും അല്ലേ വെള്ളത്തിന്?
നീളമുള്ള ഒരു ഗ്ലാസ്സിലാണെങ്കിൽ നീളത്തിലായിരിക്കും വെള്ളം ഉണ്ടാവുക. നമ്മളത് ഒരു വേറെ എന്തെങ്കിലും ഒരു ഷേപ്പുള്ള പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് ആയിരിക്കും. ഒരു ഫ്ലവറിന്റെ ഷേപ്പുള്ള ഒരു ബൗളിലോ പാത്രത്തിലോ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം എന്തായിരിക്കും? നോക്കുമ്പോൾ ആ ഫ്ലവറിന്റെ ഷേപ്പ് പോലെ ഉണ്ടാവും അല്ലേ? അങ്ങനെ വെള്ളം ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാട്ടറിന്റെ ഷേപ്പ് ഉള്ളത്. Then if you keep water in the freezer of a refrigerator, it will change into ice. Ice has a fixed shape. എന്താണ്? നമ്മൾ വെള്ളം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, ഫ്രീസറിൽ നമ്മൾ എപ്പോഴും എന്താണ് വെള്ളം സൂക്ഷിക്കാറുണ്ട്. സോ ഇഫ് യു കീപ് വാട്ടർ ഇൻ ദ ഫ്രീസർ ഓഫ് എ റെഫ്രിജറേറ്റർ, ഒരു ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ എന്താകും? ഇറ്റ് വിൽ ചേഞ്ചസ് ഇൻ ടു ഐസ്. അത് ഐസിന്റെ രൂപത്തിലേക്ക് ചേഞ്ച് ആകും എന്നാണ് പറയുന്നത്. ഐസ് ഹാസ് എ ഫിക്സഡ് ഷേപ്പ്. നമുക്കറിയാം അല്ലേ, ഐസ് ആക്കാൻ വേണ്ടി നമ്മൾ ഏത് പാത്രത്തിലാണോ വെള്ളം ഒഴിച്ചു വെക്കുന്നത് ഐസിന്റെ തന്നെ മോൾഡ് ഉണ്ട്, അതിൽ നമ്മൾ ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ പാത്രത്തിന്റെ അതേ ഷേപ്പിലാണ് എന്തുണ്ടാവുക? ഐസ് ഉണ്ടാവുക അല്ലെ. ഐസ് പുറത്തെടുക്കുമ്പോൾ ഇപ്പൊ ഗ്ലാസ്സിൽ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അത് ഫ്രീസറിൽ റെഫ്രിജറേറ്ററിൽ വെക്കുകയാണ് എങ്കിൽ അത് എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? ആ ഗ്ലാസിന്റെ ഷേപ്പിൽ തന്നെ ഉണ്ടാവും അല്ലെ ഐസ്. അപ്പം ഐസിന് മാത്രം എന്തുണ്ട്? ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഐസിന് മാത്രമാണ് ഫിക്സഡ് ഷേപ്പ് ഉള്ളത്. ബാക്കി എന്താണ്? വെള്ളമൊക്കെ ഏത് കണ്ടെയ്നറിലാണോ അത് കെപ്റ്റ് ചെയ്യുന്നത് അതിന്റെ അതേ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. സോ if you heat water, it changes into water vapor and mixes with the air. എന്താണ്? വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? വാട്ടർ വേപ്പറിന്റെ രൂപത്തിലേക്ക് കൺവേർട്ടഡ് ആകും. എന്താണ്? വെള്ളം ചൂടാക്കുമ്പോഴാണ് എന്തുണ്ടാവുക? നീരാവി ഉണ്ടാവുക അല്ലെ. വെള്ളം ചൂടാകുമ്പോൾ എന്താണ്? അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഫോഗ് ഇങ്ങനെ പോവും, കണ്ടിട്ടുണ്ടോ? അതാണ് എന്ത്? നീരാവി, വാട്ടർ വേപ്പർ. സോ ആൻഡ് മിക്സസ് വിത്ത് ദ എയർ. നമ്മുടെ ഈ വാട്ടർ വേപ്പർ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ എയറിലേക്ക് പോയിട്ട് അത് നമ്മുടെ എയറുമായിട്ട് എന്ത് ചെയ്യും? മിക്സ് ആകും. നമ്മുടെ ചുറ്റുമുള്ള എയറുമായിട്ട് മിക്സ് ആകും എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ടർ വേപ്പർ ഹാസ് നോ ഫിക്സഡ് ഷേപ്പ്. നീരാവിക്കും എന്തില്ല? ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാട്ടർ വേപ്പർ? ഡു യു സീൻ വാട്ടർ വേപ്പർ? കണ്ടിട്ടുണ്ടോ? എവിടെയാണ് കണ്ടത്? എവിടെയാണ് കണ്ടത് അലൻ പി സാംസൺ? വാട്ടർ വേപ്പർ എവിടെ കണ്ടിട്ടുണ്ട്? നമ്മള് വെള്ളം തിളപ്പിക്കുമ്പോ അതിന്റെ പോകുന്ന പുകയെല്ലാം നീരാവിയായിട്ടാ പോകുന്നത്. ഓക്കെ. വെള്ളം നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോഗ് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പുക ഇങ്ങനെ പോവാറുണ്ട് അല്ലേ? സോ അതൊക്കെ എന്താണ്? നീരാവിയാണ് അല്ലേ? നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യുന്നു? നീരാവിയുടെ ഫോമിലേക്ക് ചേഞ്ച് ആകുന്നതാണതല്ലേ. നീരാവിയുടെ ഫോമിലേക്ക് ചേഞ്ച് ആയിട്ട് എന്താവുന്നു? അത് നമ്മുടെ എയറുമായിട്ട് മിക്സ് ആകും. ആ പോകുന്ന വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ബോയിൽ ചെയ്യാൻ വെള്ളം വെച്ച പാത്രത്തിന്റെ കുറച്ച് മുകളിൽ വരെ അതിങ്ങനെ പോകുന്നത് കാണാം. പിന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? അതെങ്ങോട്ടാ പോയി അതെങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ടോ? ഒരുപാട് ഹൈറ്റിൽ അത് അങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? നോ. കുറച്ച് അതിങ്ങനെ പോകും. എന്നിട്ട് അത് എന്ത് ചെയ്യും? നമ്മുടെ എയറുമായിട്ട് അത് മിക്സ് ആകും അല്ലേ? പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? എയറിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ അല്ലേ, നമ്മുടെ ചുറ്റും എയർ ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കൂടെ എയർ എപ്പോഴും ഉണ്ട്, അതിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. സോ അതുപോലെയാണ് നമ്മുടെ ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? അതിങ്ങനെ പോയിട്ട് ഈ എയറുമായിട്ട് മിക്സ് ആകും എന്നാണ് പറയുന്നത്. നമുക്കത് കാണാൻ വേണ്ടി കഴിയില്ല. സോ if you cover a container of a boiling water with a plate, you will see water drops forming on it. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്? നല്ല ചൂടുള്ള തിളപ്പിച്ച വെള്ളത്തിന്റെ പാത്രത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാം? ഒരു കണ്ടെയ്നർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കവർ ചെയ്യുക അല്ലെ. ഒരു പാത്രത്തിന്റെ ഒക്കെ കണ്ടെയ്നറിന്റെ ഒരു ഇതുകൊണ്ട് നിങ്ങൾ കവർ ചെയ്ത് വെച്ചിട്ട് അത് എടുക്കുമ്പോൾ എന്താണ്? അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളം തുള്ളി 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 പറ്റി പിടിച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അമ്മമാരൊക്കെ ചൂടുവെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളമായാൽ പോലും അത് തിളപ്പിച്ചിട്ട് അടച്ചു വെക്കുന്ന പാത്രം, ആ അടപ്പ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന്റെ അടിയിലൊക്കെ കുത്തുണ്ടാവും അല്ലെ. ചെറിയ വെള്ളത്തിന്റെ ഡ്രോപ്സ് ഉണ്ടാവും. അതാണ് എന്ത്? പോകുന്ന മുകളിലേക്ക് പോകുന്ന വാട്ടർ വേപ്പർ ആയിരുന്നു അല്ലേ അത്. നമ്മൾ അടച്ചു വെച്ചപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അതപ്പോ
വാട്ടർ ഡ്രോപ്സ് ആയിട്ട് അടപ്പിന്റെ മുകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും അല്ലെ. നമ്മളത് തുറന്നു വെക്കുകയാണെങ്കിൽ എന്താണ്, അതങ്ങ് മുകളിലേക്ക് പോയിക്കോളും. പക്ഷെ അതിന് പോകാൻ കഴിയാതെ അത് എന്ത് ചെയ്യും, നമ്മുടെ അടച്ച പാത്രത്തിന്റെ മുകളിൽ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. സോ അതാണ് വാട്ടർ ഡ്രോപ്സ് ഫോമിങ് ഓൺ ദ ഹീറ്റിംഗ് വാട്ടർ. So we can say water vapor can change back into water. Thus water changes its form on heating and on cooling. എന്താണ് അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, എന്ത് പറയാൻ വേണ്ടി പറ്റും, വാട്ടർ വേപ്പറിന്, നീരാവിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വെള്ളത്തിന്റെ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മൾ കാണുന്നുണ്ട് അല്ലെ, ചൂടുള്ള വെള്ളത്തിന് മുകളിൽ അടച്ചു വെച്ച പാത്രം എടുത്തു നോക്കിയാൽ ഈ പോകുന്ന നീരാവി അവിടെ വെള്ളത്തിന്റെ തുള്ളികളായി പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പം നീരാവിയായ വെള്ളം വീണ്ടും വാട്ടറിന്റെ ഫോമിലേക്ക് കൺവേർട്ടഡ് ആകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ വാട്ടർ ചേഞ്ചസ് ഇറ്റ്സ് ഫോം ഓൺ ഹീറ്റിംഗ് ആൻഡ് ഓൺ കൂളിംഗ്. വെള്ളം അതിന്റെ ഫോമിൽ നിന്ന് ചേഞ്ച് ആവുന്നത് എപ്പോഴൊക്കെ, ഒന്നുകിൽ ചൂടാകുമ്പോൾ അല്ലെങ്കിൽ തണുപ്പാവുമ്പോൾ. ഹീറ്റിംഗ് ആൻഡ് ഓൺ കൂളിംഗ്, ഒന്നുകിൽ ചൂടാകുമ്പോൾ വെള്ളം എന്താണ്, അതിന്റെ ഫോം ചേഞ്ച് ആകും, അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് എന്താകും, വെള്ളത്തിന്റെ ഫോം ചേഞ്ച് ആകും എന്നാണ് പറയുന്നത്. സോ ലിസൺ, വാട്ടർ ചേഞ്ചസ് ഇറ്റ്സ് ഫോം ഓൺ ഹീറ്റിംഗ് ആൻഡ് ഓൺ കൂളിംഗ്. മനസ്സിലായോ ഫസ്റ്റ് പാരഗ്രാഫ്? ഫോംസ് ഓഫ് വാട്ടർ. വാട്ടർ എക്സിസ്റ്റ് ഇൻ 3 ഫോംസ് നമ്മൾ പറഞ്ഞു അല്ലെ. വെള്ളം എന്താണ് 3 ഫോംസിലാണ് ഉണ്ടാവുക, ഐസ്, വാട്ടർ, വാട്ടർ വേപ്പർ അല്ലെ. വെള്ളം, നീരാവി, ഐസ്, ഈ 3 കാര്യങ്ങളായിട്ടാണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നോ, ഉണ്ടാവില്ല. ഈ 3 ഷേപ്പിൽ മാത്രമാണ് എന്തുണ്ടാവുക, വെള്ളം ഉണ്ടാവുക. സോ ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. വെള്ളത്തിന് എന്താണ്, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത് അല്ലെ. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ വെള്ളം കെപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കണ്ടെയ്നറിന് അനുസരിച്ചായിരിക്കും എന്ത്, വെള്ളത്തിന്റെ ഷേപ്പും അല്ലെ. വാട്ടർ ഹാസ് നോ എ ഫിക്സഡ് ഷേപ്പ്. വെള്ളത്തിന് ഒരിക്കലും എന്തില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. നമ്മളത് ഏത് കണ്ടെയ്നറിലാണോ സൂക്ഷിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ് ഇവിടെ ഉണ്ടാവുക, വെള്ളത്തിന് ഉണ്ടാവുക. സോ ഇഫ് യു കീപ് വാട്ടർ ഇൻ ദ ഫ്രീസർ ഓഫ് എ റെഫ്രിജറേറ്റർ, നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ഒരു റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അത് ഐസിന്റെ ഫോമിലേക്ക് ചേഞ്ച് ആവും അല്ലെ. അത് ഐസിന്റെ ഫോമായിട്ട് കൺവേർട്ടഡ് ആകും. സോ ഐസിന് എന്തുണ്ട്, ഒരു ഷേപ്പ് ഉണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ് വെക്കുന്നത് അതിനനുസരിച്ച് എന്തുണ്ടാവും, ഐസിന് ഒരു ഷേപ്പ് ഉണ്ടാകും. ദെൻ വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ ഈസ് ദ ഹീറ്റിംഗ് വാട്ടർ. എന്താണ്, വെള്ളം ചൂടാകുമ്പോൾ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ടു വാട്ടർ വേപ്പർ. വെള്ളം ചൂടാകുമ്പോൾ അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ടർ വേപ്പർ ഹാസ് നോ ഫിക്സഡ് ഷേപ്പ്. നീരാവിക്കും എന്തില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. ആൻഡ് ഇഫ് യു കവർ എ കണ്ടെയ്നർ ഓഫ് ബോയിലിംഗ് വാട്ടർ വിത്ത് എ പ്ലേറ്റ്, ഇഫ് യു കവർ എ ബോയിലിംഗ് വാട്ടർ, ഒരു തിളച്ച വെള്ളം എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യു വിൽ സീ വാട്ടർ ഡ്രോപ്സ് ഫോമിങ് ഓൺ ഇറ്റ്. അതിന്റെ അടിയിൽ വാട്ടർ ഡ്രോപ്സ് ഫോം ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. So we can say water vapor can change back into water. Water vapor can change back into water. നീരാവിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വെള്ളത്തിന്റെ ഫോമിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി പറ്റും. വി നോ ദാറ്റ് വാട്ടർ ആണല്ലേ എന്താകുന്നത്, വാട്ടർ വേപ്പർ ആകുന്നത്. ചൂടാകുമ്പോൾ വെള്ളമാണ് നീരാവിയായിട്ട് മാറുന്നത്. സോ ആ വാട്ടർ വേപ്പറിന് വീണ്ടും എന്താകാൻ വേണ്ടി പറ്റും, വെള്ളം ആയിട്ട് മാറാൻ വേണ്ടി കഴിയും എന്നാണ് പറയുന്നത്. Thus water changes into the form on heating and on cooling. വെള്ളം ഏതൊക്കെ അവസ്ഥയിലാണ് ചേഞ്ച് ആകുന്നത്, ഒന്നിൽ ചൂടാവുമ്പോൾ അല്ലെങ്കിൽ തണുപ്പാകുമ്പോഴാണ് എന്ത് ചെയ്യുക, വെള്ളം ചേഞ്ച് ആയിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ അലൻ, ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു മോനെ. അലൻ പി സാംസൺ. അലൻ പി സാംസൺ. Some days are hot, some days are cold, some days are wind, some days are clam. Alan,
എവിടെയാണ് വായിക്കുന്നത്? First paragraph. In oceans, rivers, and lakes, when our body Even our body contains water, we need water to drink, bath, to wash clothes, cook and food, and for many other activities. then forms of water. Forms of water. Water Exists in three forms: ice, water, and water vapor. It can change from one form to another. Water, like other liquids, has no shape of its own. It takes the shape of the container in which it is deep. For example, water in a glass takes the shape of the glass. Okay, Juliet. Fine. എന്താണ്? വെള്ളം 3 ഫോംസിലാണ് ഉണ്ടാവുക. ഐസ്, വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ. വെള്ളത്തിന് എന്താണ്? ഒരു ഫിക്സഡ് ഷേപ്പ് ഇല്ല. അത് ഏത് കണ്ടെയ്നറിലാണോ കെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും വെള്ളത്തിന്റെ ഷേപ്പ് ഉണ്ടാവുക. മനസ്സിലായോ? ക്ലിയർ? then Nida. Okay, next paragraph. The shape of the glass. If you keep water in the freezer of a refrigerator, it will change into ice. Ice has a fixed shape. If you have the water, it changes into water vapor and mixes with the air. Okay, Nida. Fine. Water. Okay, now. Then എന്താണ് പറയുന്നത്? If you keep water in the freezer of a refrigerator, it will change into ice. Ice has a fixed shape. നമ്മൾ എന്താണ്? വെള്ളം എവിടെ ഫ്രീസറിൽ വെക്കുകയാണ് എങ്കിൽ ഫ്രീസറിൽ എന്തുണ്ടാവും? അത് ഐസ് ആയിട്ട് ഫോം ആകും. then ഐസിന് എന്താണ്? ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. then if you heat water, it changes into വെള്ളം ചൂടാക്കുകയാണെങ്കിൽ വാട്ടർ വേപ്പറിന്റെ ചേഞ്ചിലേക്ക് മാറും. ആൻഡ് ഇറ്റ് മിക്സസ് വിത്ത് എയർ. നമ്മുടെ എയറുമായിട്ട് അത് മിക്സ് ആവുകയും ചെയ്യുന്നു. then Alan Matthew, next paragraph. Water vapor has one fixed shape. If you cover the container of boiling water with a plate, you will see water drops forming on it. So we can say water vapor can change back into water. Thus, water changes its from on heating and on cooling. Okay. The wet water. Okay, fine, Alan. അത്രയാണല്ലോ നമ്മൾ എടുത്തത്. വാട്ടർ വേപ്പർ ഹാസ് നോ ഫിക്സഡ് ഷേപ്പ്. നീരാവിക്കും എന്തില്ല? ഫിക്സഡ് ഷേപ്പ് ഇല്ല. ആർക്കാണ് ഫിക്സഡ് ഷേപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്? ഐസിന്റെ ഫോമിലാണ് വെള്ളമെങ്കിൽ അതിനൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്.
പക്ഷെ നീരാവിയും വെള്ളവുമാണെങ്കിൽ അതിന് ഫിക്സഡ് ഷേപ്പ് ഒന്നും ഇല്ല. And if you cover a container of boiling water with a plate, you will see water drops forming on it. തിളപ്പിച്ച വെള്ളത്തിന്റെ കണ്ടെയ്നറിന്റെ മുകളിൽ നമ്മൾ എന്ത് വെക്കുന്നു, ഒരു പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലേറ്റിന്റെ അടിയിൽ വാട്ടർ ഡ്രോപ്സ് കാണാൻ വേണ്ടി പറ്റും. സോ നീരാവിയായിട്ട് ഫോം ചെയ്ത വാട്ടർ പുറത്തേക്ക് പോകാതെ ആ പ്ലേറ്റിന്റെ അടിയിൽ പറ്റി പിടിക്കുന്നു അല്ലേ. അപ്പൊ അത് വാട്ടർ ഡ്രോപ്സ് ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. സോ വാട്ടർ വേപ്പർ അഗെയിൻ കൺവേർട്ടഡ് ടു വാട്ടർ. വെള്ളത്തില് നീരാവിയായിട്ടുണ്ടായിരുന്ന ആ നീരാവി വീണ്ടും എന്ത് ചെയ്യുന്നു, വാട്ടർ ആയിട്ട് മാറുന്നു അല്ലെ. വാട്ടർ വേപ്പർ അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ, ബാക്ക് വാട്ടർ അല്ലെ. എന്താണ്, വെള്ളത്തിലേക്ക് വീണ്ടും അത് തിരിച്ചു വരുന്നു. Thus water changes its form on heating and on cooling. വെള്ളം എപ്പോഴും ചേഞ്ച് ആവുന്നത് എപ്പോഴാണ്, ഒന്നുകിൽ തണുപ്പ് ഉണ്ടാവുമ്പോൾ അല്ലെ. അതായത് വെള്ളം റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് ഐസ് ആവുന്നു, ഐസ് വീണ്ടും വെള്ളമാകും. സോ ചൂടാക്കുമ്പോൾ വാട്ടർ വേപ്പർ ആകും. വാട്ടർ വേപ്പർ അഗെയിൻ കൺവേർട്ടഡ് ടു വാട്ടർ. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് മാത്രമേ ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്യണ്ടൂ കേട്ടോ. ആലൻ പി സാംസൺ നന്നായി വായിച്ചു നോക്കണം കേട്ടോ മോനെ. എന്നിട്ട് മാത്രമേ ടെക്സ്റ്റ് അടച്ചു വെക്കാൻ വേണ്ടി പാടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സും കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ വിളിച്ചു ചോദിക്കണമെങ്കിൽ വിളിച്ചു ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതൊക്കെ ഉണ്ടെങ്കിൽ. സോ നമ്മൾ ടൈം ഇതാ കഴിയാൻ വേണ്ടി പോവാണ്. സോ നന്നായി വായിച്ചു നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്ക് എക്സാം ആണ്, നന്നായി പഠിച്ചിട്ട് മാത്രമേ വരാൻ വേണ്ടി പാടുള്ളൂ. സോ നമുക്ക് ഇന്ന് ഒരു ക്ലാസ് കൂടെ ഉണ്ടല്ലേ, നമുക്കല്ലേ ഉള്ളത്? ഓക്കെ. സോ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് ലെറ്റ് മീ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും നന്നായി വായിച്ചു നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി കേട്ടോ. ഓക്കെ. Okay, then see you in the next class. Bye.